ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമ്മളൊരു ക്രീം കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഉള്ളപ്പോഴോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പാർട്ടികൾക്കോ സിമ്പിളായിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് ക്രീം കേക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിക്കാം. നാരങ്ങാനീരിന് പകരം വിനീഗർ ആയാലും മതി. ഈ പാല് ജസ്റ്റ് ഒന്ന് പിരിഞ്ഞ് കിട്ടണം, അതിനായിട്ടാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഗ്ലാസ്സിൽ ഞാൻ 1/2 കപ്പ് നല്ല ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നല്ല ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യണം. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി ആണെങ്കിൽ ഈ ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് അത് അലിയത്തുള്ളൂ, അല്ലെങ്കിൽ തരി കിടക്കും. ഇതും ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു അരിപ്പയിൽ 1 കപ്പ് മൈദ ഇടാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. സാധാരണ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് തന്നെ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ബട്ടർ ക്രീം കേക്കാണ്. അപ്പോൾ ഒത്തിരി മധുരം ആയി പോകാതിരിക്കാനായിട്ടാണ് ഞാൻ കേക്കിലുള്ള പഞ്ചസാരയുടെ അളവ് പകുതിയായിട്ട് കുറച്ചത്. അപ്പോൾ നമ്മൾ ക്രീം ഇല്ലാതെ കേക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പ് തന്നെ പഞ്ചസാര ചേർക്കണം. ഇനി ഇതിൽ 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കൂടി വേണം. ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 1 മുട്ട ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം, ഫ്രിഡ്ജിലിരിക്കുന്നത് യൂസ് ചെയ്യരുത്. 1/4 കപ്പ് എണ്ണ ചേർക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ നമ്മൾ ആദ്യം പാലിൽ നാരങ്ങാനീര് ഒഴിച്ചു വെച്ചില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ച ചൂട് കോഫിയും കൂടി ഒഴിക്കുവാണ്. ഇത് തണുക്കരുത്, ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. ഇനി ഇത് പതുക്കെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. വിസ്ക് വെച്ച് ഇങ്ങനെ പതുക്കെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ആ കട്ടയൊക്കെ മാറി നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് വരണം. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ ചെറിയ സ്പീഡിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. സ്പീഡ് കൂട്ടി ബാറ്റർ ഓവറായിട്ട് മിക്സ് ആവരുത്. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് വരണം. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിന്നൊരു 8 ഇഞ്ചിൻ്റെ റെക്റ്റാങ്കിൾ പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കേക്ക് ടിൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, 8 ഇഞ്ച് തന്നെ വേണം. ഈ കേക്ക് ഞാൻ ക്രീമൊക്കെ തേച്ച് സെറ്റ് ചെയ്യുന്നത് ഈ പാനിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് എനിക്കിത് പുറത്തേക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ബട്ടർ പേപ്പർ കുറച്ചിങ്ങനെ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്, ഇതുപോലെ. അപ്പോൾ എനിക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെഡിയാക്കി വെച്ച കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 3-4 തവണയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് പോകാനായിട്ടാണ്. ഞാനിന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. താഴെ ഒരു സ്റ്റീൽ റിങ്ങും വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതാണ്. ഇതിനകത്ത് നമുക്ക് കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ 20 മുതൽ 25 മിനിറ്റ് വരെ തന്നെ ബേക്ക് ചെയ്യണം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനായിരിക്കണം. നമുക്കിത് അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് ക്രീമൊക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കേക്കിന് വേണ്ട ക്രീം ഉണ്ടാക്കാം. ഇന്ന് ബട്ടർ ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഐസിങ് ഷുഗർ വേണം. ഐസിങ് ഷുഗർ ഈ ബേക്കിംഗ് സപ്ലൈസ് ഉള്ള കടകളിലൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് വീട്ടിൽ തന്നെ റെഡിയാക്കുന്ന ഐസിങ് ഷുഗർ വെച്ചിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. സാധാരണ പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ 1/2 കപ്പ് ഉണ്ടാവണം. ഇതിനകത്ത് ചേർക്കാനായിട്ടൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം, 1/2 കപ്പ്.
പഞ്ചസാര ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ ചെറിയ ചെറിയ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് ഇങ്ങനെ ഒന്ന് അരിച്ച് എടുക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഐസിങ് ഷുഗർ റെഡി. ഇനി ഒരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണേ. അൺസോൾട്ടഡ് ബട്ടറാണ് നല്ലത്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതിനെ നല്ലതായിട്ടൊന്ന് ക്രീം ആക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് വിസ്ക് വെച്ച് തന്നെ ഈസി ആയിട്ട് അങ്ങ് ചെയ്യാൻ പറ്റും. ഇത്രയും മതി. ഇനി ഇതിൽ 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർക്കാം. എന്നിട്ട് കൊക്കോ പൗഡറും ബട്ടറും കൂടി നല്ലോണം ഒന്ന് ക്രീമാക്കി എടുക്കാം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഇതിൽ നമ്മൾ എടുത്തു വെച്ച ഐസിങ് ഷുഗർ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഐസിങ് ഷുഗർ ഒരുമിച്ച് ചേർക്കരുത്. ഒരു സമയം ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് മിക്സ് ചെയ്യാനും പറ്റും. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അറിയാനും പറ്റും. അപ്പം ഞാൻ ഒരു സമയം ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കുവാണ്. ഇതുപോലെ നല്ല ക്രീമാക്കി എടുക്കാം. ഞാൻ ഇതിനകത്തൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് ഐസിങ് ഷുഗറും നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല ക്രീമാക്കി എടുക്കണം. പക്ഷെ നമ്മൾ കുറച്ച് ചേർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ക്രീം ഇങ്ങനെ നല്ല കട്ടിയാവുന്ന പോലെ നമുക്ക് തോന്നും. മനസ്സിലായോ? മിക്സ് ചെയ്യാൻ പറ്റാത്ത പോലെ നല്ല കട്ടിയായി പോകും. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും കുറച്ച് ലിക്വിഡ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒന്നുകിൽ പാല് അല്ലെങ്കിൽ വെള്ളം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ തണുത്ത പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെ ക്രീം കട്ടിയാവുന്നെന്ന് തോന്നുന്നു ആ സമയത്ത് ഇതിനകത്തോട്ട് 1-2 ടീസ്പൂൺ മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടാവരുത്, പെട്ടെന്ന് തന്നെ ക്രീം ലൂസായി പോകും. വളരെ കുറച്ച് മാത്രം പാലൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ വീണ്ടും ക്രീം സോഫ്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. 1.5 കപ്പ് പഞ്ചസാരയും നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കണം. പക്ഷെ പാല് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഈ ക്രീം കണ്ടോ, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ പാൽ അതിനകത്തേക്ക് ഒഴിച്ചു. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഫുള്ള് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. നല്ല ക്രീമാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 ടീസ്പൂൺ പാലും ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബട്ടർ ക്രീം ഇവിടെ റെഡിയായി. കണ്ടല്ലോ, ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നല്ല ക്രീമി ആയിട്ട് വരണം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഉടനെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ അലിഞ്ഞു പോകും. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഇതൊന്ന് കട്ടിയാവും കേട്ടോ. നമ്മൾ ബട്ടറൊക്കെ ചേർത്തിരിക്കുന്നതല്ലേ. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു 10-15 മിനിറ്റ് ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ വീണ്ടും ഇതുപോലെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് കേക്കും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിനി ക്രീം സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഈ പാനിൽ വെച്ച് തന്നെയാണ് ക്രീമൊക്കെ തേക്കുന്നത്. കേക്ക് പുറത്തേക്ക് എടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് പുറത്തെടുത്ത് ഫുള്ള് ഈ ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പാർട്ടികൾക്കൊക്കെ സെർവ് ചെയ്യുന്ന ഒരു കേക്കായിട്ട്, അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ ഒരു സിമ്പിൾ ബർത്ത്ഡേ കേക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇതുപോലെ ജസ്റ്റ് മുകളിൽ ക്രീം ഇങ്ങനെ പാനിൽ വെച്ച് തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് എടുക്കുവാണ്. ഇത് ശരിക്കും നല്ല എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രീം എല്ലാം വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം എത്രത്തോളം വേണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഒത്തിരി ക്രീം ഉള്ളതായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ കേക്കിൽ ക്രീമൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തു. ഇനി ഇതൊരു അരമണിക്കൂർ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുവാണ്. ആ കേക്കും ക്രീമും കൂടി ഒന്ന് സെറ്റ് ആവണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് റെയിൻബോ സ്പ്രിങ്കിൾസ് ഉണ്ട്. ഞാനത് ജസ്റ്റ് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ചെറി വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഈ പേൾ പോലുള്ള സ്പ്രിങ്കിൾസ് ഒക്കെ നമുക്ക് കിട്ടില്ലേ, വൈറ്റ് പേൾസിൻ്റെ സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പൂക്കൾ പൈപ്പ് ചെയ്തായാലും മതി. ഏതായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ജസ്റ്റ് കുറച്ച് സ്പ്രിങ്കിൾസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചോക്ലേറ്റ് പാർട്ടി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ അങ്ങ് എടുത്താൽ മതി. ഈസിയാണ്. നമ്മൾ ആ ബട്ടർ പേപ്പർ അങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്നത്. നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. കൈവച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് എടുത്ത് വെക്കാൻ പറ്റും.
നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് പാർട്ടി കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ക്രീം കേക്ക് ഉണ്ടാക്കാം. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.